ഹേ ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡോട് സ്വാഗതമുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സെക്കൻഡ്സ് വണ്ടി വാങ്ങാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈവേഴ്സിനെ വിളിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആരും വിളിക്കാനില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് ടിപ്സാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിൽ മെയിൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് തിരക്കില്ലാത്തൊരു വണ്ടി തന്നെ വാങ്ങാൻ കിട്ടും. ഞാൻ വാങ്ങിയിരിക്കുന്ന ഈ വണ്ടി CD100 എന്ന് പറയുന്നത് സെക്കൻഡ്സാണ് വാങ്ങിയത്. ഇവിടെ ഞാൻ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് വണ്ടി വാങ്ങാൻ പോകുമ്പോൾ മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഒരു വണ്ടി എടുക്കുമ്പോൾ വണ്ടിയുടെ എഞ്ചിനാണ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് വണ്ടിയുടെ എഞ്ചിനാണ്. ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ പാർട്ടാണ് നമ്മുടെ എഞ്ചിൻ പാർട്ട് എന്ന് പറയുന്നത്. ഏതൊരു വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിലും എഞ്ചിൻ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എഞ്ചിൻ നമ്മൾ പുറത്ത് മാത്രം ചെക്ക് ചെയ്താൽ പോരാ, അല്ലാതെ നിങ്ങൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക, അല്ലെങ്കിൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ട് ഏതെങ്കിലും സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടി എന്തുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ ഓണറിൽ തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ എക്സോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സൈലൻസർ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം സൈലൻസറിലൂടെ പോകുന്ന പുക എങ്ങനത്തെ കളറിലാണെന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരുപാട് ബ്ലാക്ക് കളർ ഇല്ലെങ്കിൽ കുറച്ച് വൈറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വരുന്നത് അത്രയ്ക്ക് നല്ല കണ്ടീഷനിലല്ല അതിന്റെ എഞ്ചിൻ എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം കേട്ടോ. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യുക. ഈ രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ട് നമ്മൾ എഞ്ചിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വണ്ടി ഒന്ന് റേസ് ഒക്കെ ചെയ്ത് നോക്കുക, വണ്ടി ഒന്ന് ഓൺ ആക്കിയിട്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ വല്ല കിലുകണ ശബ്ദം അതുപോലെയുള്ള ശബ്ദങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചാൻസിലും വണ്ടിയുടെ എഞ്ചിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ വണ്ടി വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും ഉത്തമം. ഇനി നമ്മൾ അടുത്തായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സസ്പെൻഷൻ പാർട്ട് ആയിരിക്കണം കേട്ടോ. അപ്പൊ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഹെഡ്ലൈറ്റിന്റെ താഴെയുള്ള ഭാഗമാണ്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഷോക്ക് അബ്സോർബിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ ചെറിയ ഒടിവും കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിച്ചിരിക്കുക കേട്ടോ. കാരണം ഇത് ഏകദേശം ഇപ്പൊ 26 വർഷത്തിന് മുകളിലായിട്ടുണ്ട് വണ്ടി. അതുകൊണ്ട് ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ തുരുമ്പ് കയറിയതാണ്. ഇതൊന്നും വലിയ സീനില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എവിടെയോ വലിയ തട്ടലോ മുട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ ബെൻഡും കാര്യങ്ങളൊക്കെ ഈ ഷോക്ക് അബ്സോർബിന് അല്ലെങ്കിൽ ഇതിന് സസ്പെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആക്സിഡന്റ് ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും ഒഴിവാക്കുന്നതായിരിക്കും ഭേദം. പിന്നെ ഇപ്പൊ ഇത് എന്ന് പറയുമ്പോൾ എന്റെ ബുള്ളറ്റാണ്. ബുള്ളറ്റിന് നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഇങ്ങനെ തട്ടലോ മുട്ടലോ ഒന്നുമില്ല. കാരണം നമ്മുടെ വണ്ടിയൊക്കെ വീഴുകയൊക്കെ ചെയ്യണമെങ്കിലാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പൊ അതൊന്നും ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ ഒരു പോയിന്റ് കൂടെ നമുക്ക് ഓക്കെയാണ് വണ്ടി എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ചിലപ്പോൾ കുറച്ചുകൂടെ പുതിയ വണ്ടികളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ഓയിൽ ലീക്സും കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ചില വണ്ടികളിൽ. അപ്പോൾ ആ ഒരു ഓയിൽ ലീക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കാതിരിക്കുന്നതായിരിക്കും ഭേദം. ഇപ്പൊ പൊതുവേ നമ്മൾ ഇതിന്റെയൊക്കെ പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കടയിൽ കയറ്റി പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ ഒരു 2000-3000 രൂപ റേഞ്ചിലൊക്കെയാണ് സസ്പെൻഷൻ പണിക്കായിട്ട് നമുക്ക് ചിലവാകാറുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സസ്പെൻഷൻ പണിയുള്ള വണ്ടികളൊന്നും കൂടുതലും എടുക്കാതിരിക്കാൻ നോക്കുക. അതുപോലെ നമ്മൾ ഈ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ മാത്രമല്ല കേട്ടോ, ബാക്കിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ഈ ഒരു ചെയിൻ ഉണ്ട്, ഈ ഒരു റിംഗ് ഉണ്ടല്ലോ, ഇത് പൊട്ടലോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യുക. കാരണം ഒരുപാട് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അടിച്ച വണ്ടികളൊക്കെ ആണെങ്കിൽ ഇതിന് ചെറിയ ബെൻഡ് അതുപോലെ തന്നെ ഇതിന്റെ പൊട്ടലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വല്ല പൊട്ടലും ഉണ്ടെങ്കിൽ അതൊന്ന് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തായിട്ട് നിങ്ങൾ നോക്കേണ്ടത് വണ്ടിയുടെ ബ്രേക്കുകളാണ് കേട്ടോ. അപ്പോൾ ബ്രേക്കിന്റെ കറക്റ്റ് ആയിട്ട് ബ്രേക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ പൊതുവേ ബ്രേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുക. അതുപോലെ തന്നെ വണ്ടി ഒന്ന് ചെറുതായി ഒന്ന് ഓടിച്ചൊക്കെ നോക്കുക. അപ്പോൾ ബ്രേക്ക് കറക്റ്റ് പിടിച്ച സ്ഥലത്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ 2 വണ്ടികളെന്ന് പറഞ്ഞാൽ ഡിസ്ക് ബ്രേക്ക് അല്ല, നമ്മുടെ ഡ്രം ബ്രേക്ക് തന്നെയാണുള്ളത്. എൻ്റെ CD100 ആണെങ്കിലും ശരി, റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 ആണെങ്കിലും ശരി. പക്ഷെ ഇപ്പോഴേ പുതിയുള്ള വണ്ടികളിലൊക്കെ നമുക്ക് കൂടുതലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് മാക്സിമം ഡിസ്കിന്റെ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലേ നോക്കുക. ഡിസ്കിന് പൊട്ടലോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അത് മാത്രമാണ് ഇതിൽ ബ്രേക്കിന്റെ കാര്യത്തിൽ മെയിനായിട്ട് ഞാൻ പറയാം. പിന്നെ എന്തായാലും നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് സർവീസിന് കയറ്റണത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് കൂടെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് വണ്ടിയുടെ ചെയിൻ പോക്കറ്റും ചെയിനൊക്കെയാണ് കേട്ടോ. അപ്പോൾ പൊതുവേ നിങ്ങൾക്ക് അറിയാം, ചെയിൻ പോക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. അത് എങ്ങനെയാണ്, നല്ലതാണോ അല്ലോ എന്നുള്ളത് നോക്കേണ്ടത് പലർക്കും അറിയില്ല. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ, സാധാരണ ഇപ്പോൾ ബുള്ളറ്റ് പോലെയുള്ള വണ്ടികളിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് നോക്കാനായിട്ട്. പക്ഷേ ഇത് കണ്ടോ, CD100 കൂടെ ഇതിപ്പോൾ ഫുള്ളായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ, റാപ്പ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ളൊരു ഇത് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയിൻ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെയിൻ കാണാൻ സാധിക്കുന്ന വണ്ടികളാണെങ്കിൽ ഇതെങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതുപോലെ പല്ലുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അതായത് ഈ ചെയിൻ ഓടുന്ന ഈ ഒരു വീലിന്റെ പല്ലുകളുണ്ട്. അപ്പൊ ആ പല്ലുകളിൽ ചെറിയ പൊട്ടലോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. കാരണം ഈ പല്ലുകൾ ഇങ്ങനെ പൊട്ടിപ്പോകുമ്പോഴാണ് നമ്മൾ ചെയിൻ പോക്കറ്റ്, ഇതാണ് ചെയിൻ പോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ മാറ്റേണ്ടി വരിക. അപ്പൊ ഇത് മാറ്റുകയാണെങ്കിൽ അത്യാവശ്യം ചുരുങ്ങിയ ചിലവൊന്നും അല്ല കേട്ടോ. ഏകദേശം ഒരു 3000-3500 രൂപയൊക്കെ ചിലപ്പോൾ ബുള്ളറ്റിന് വരെ വരുന്നുണ്ട്. അപ്പൊ ബാക്കി വണ്ടികൾക്ക് എന്ന് പറയുമ്പോൾ അത് ഡിപ്പെൻഡഡ് ആണ്, അത് മാറും ഇതൊക്കെ ചെയ്യാം. ഇപ്പോൾ CD100 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ വലുതായിട്ട് കോസ്റ്റ് വരില്ല. എന്നാൽ കൂടെ ബുള്ളറ്റിന് എനിക്ക് ലാസ്റ്റ് ടൈം മാറ്റാനായിട്ട് ഏകദേശം 3000 രൂപ ചിലവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലേബർ കോസ്റ്റും എല്ലാം കൂടിയാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയിൻ സ്പോക്കറ്റ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം പൊട്ടല്ലോ അതുണ്ടെങ്കിൽ നിങ്ങൾ വേറെ അതിന് വേറെ ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 പോയിന്റ്സ് ഇപ്പോൾ കവർ ചെയ്തു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എഞ്ചിൻ കവർ ചെയ്തു, പിന്നെ നമ്മൾ സസ്പെൻഷൻ നോക്കി, പിന്നെ ബ്രേക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്തു, ചെയിൻ ചെക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ പൊതുവെ നിങ്ങൾക്കറിയാം ബാറ്ററി നമുക്ക് ഈ സൈഡിലുള്ള ബോക്സസിലാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ബാറ്ററി നിങ്ങളൊന്ന് അഴിച്ചു നോക്കുക. അതുപോലെ തന്നെ ബാറ്ററി എങ്ങനെയാണ് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വണ്ടി ഒന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം വണ്ടിയുടെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടോ എന്നുള്ളത്. കാരണം ബാറ്ററി ലോ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കറക്റ്റായിട്ട് കത്തുന്നുണ്ടാവില്ല. അതുപോലെ ഹോണൊക്കെ ഒന്ന് അടിച്ചു നോക്കുക, അതുപോലെ ലൈറ്റും കാര്യങ്ങളും ഇട്ട് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് സാധാരണ ഈ ഒരു ബാറ്ററി പ്രോപ്പർ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുക. പിന്നെ അതുപോലെ ബുള്ളറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇവിടെ ആംപിയർ മീറ്റർ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ആംപിയർ മീറ്റർ കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ബാറ്ററിയുടെ പവർ കുറച്ച് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഒന്ന് അടിച്ച് നോക്കുക, ഓണാക്കി നോക്കുക. വണ്ടി ഓണാക്കുന്ന സമയത്ത് നമുക്ക് ഈ ആംപിയർ പ്ലസ്സിലോട്ട് പോകും, അതായത് ഇങ്ങോട്ട് പോകും, ഈ റൈറ്റ് സൈഡിലോട്ട് പോകും. അതുപോലെ നമ്മൾ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന കാണാം. അതുപോലെ നമ്മൾ വണ്ടി എടുത്ത് കുറച്ചൊന്ന് റൈസ് ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും കൂടുന്ന കാണാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുള്ളറ്റിന് ഇത് പ്രോപ്പറാണ്, കറക്റ്റ് ബാറ്ററി ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ഒരു വണ്ടിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വണ്ടികളിൽ ആംപിയർ മീറ്ററോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അല്ലാതെ ഒരു മെക്കാനിക്കിന്റെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ കൂടെ അവരുടെ കയ്യിൽ ആംപിയർ മീറ്ററും കാര്യങ്ങളും ഉണ്ടാവും. അത് വെച്ചിട്ട് അവർ ചെക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു മെയിൻ ഘടകമാണ് ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത്. കാരണം ഈ അടുത്തുകൂടെ ഞാൻ ബാറ്ററി മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നതാണ്. ബാറ്ററി കിട്ടാനും ഇല്ല ഒന്നാമത്. അതുപോലെ തന്നെ ബാറ്ററിക്ക് അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ട്. 1500 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബാറ്ററിയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വണ്ടിയുടെ ചേസിന് വല്ല പ്രശ്നമുണ്ടോ എന്നാണ്. വണ്ടിയുടെ ചേസ് എന്ന് പറയില്ല, അതിന് വല്ല പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ചേസ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഒരു സ്കെലറ്റൻ ആണ്. അതായത് ഫസ്റ്റ് ഒരു ചേസ് ഉണ്ടാവും, അതിന് മുകളിലായിട്ടാണ് ഇവർ എല്ലാം ഈ പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ ചെക്ക് ചെയ്യേണ്ടത് ഈ ഭാഗത്ത്, വണ്ടിയുടെ ചേസിന്റെ ഈ ഭാഗത്തായിട്ട് എന്തെങ്കിലും പൊട്ടലോ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവർ വെൽഡ് ചെയ്തിട്ട് പിടിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്ന ഒരു മാർക്കൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും നമുക്കിപ്പോൾ വലിയ മാർക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അതിൻ്റെ അർത്ഥം പുത്തനാണെന്നുള്ളതാണ്. വല്ല മാർക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വണ്ടി എടുക്കണമെന്നുള്ളത് ഒന്ന് ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആക്സിഡൻസ് കിട്ടിയിട്ടുള്ള വണ്ടിയായിരിക്കും അത്. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടിയുടെ ഈ ഒരു പെട്രോൾ ടാങ്ക് ഒന്ന് തുറന്നു നോക്കുക. അതിനുള്ളിൽ ചെറിയ തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വണ്ടി പഴയതാണെന്ന് അർത്ഥം, ഒരു കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഇതൊക്കെ ഒന്ന് തുറന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തുരുമ്പും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തായിട്ട് നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ റണ്ണിങ് കണ്ടീഷനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് തന്നെ നോക്കണം. വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഫോൾട്ട്സ് ഒക്കെ കാണാൻ സാധിക്കും ചിലപ്പോൾ. കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്രത്തോളം കാര്യങ്ങളും നമുക്ക് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ വണ്ടി എടുത്ത് ഓടിച്ച് നോക്കുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ അതിലായിട്ട് നിങ്ങൾ വണ്ടി എടുത്തൊന്ന് ഓടിച്ച് നോക്കുക. ഓടിക്കുന്ന സമയത്ത് ആദ്യം നോക്കേണ്ടത് വണ്ടിയുടെ സ്മൂത്ത്നെസ് ആണ്. എത്ര സ്മൂത്തായിട്ടാണ് വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നീങ്ങുന്നതെന്നൊക്കെ ഉള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വണ്ടി ഗിയർ ചേഞ്ചിങ് ടൈമിൽ എങ്ങനെയാണ് വണ്ടി റെസ്പോൺസ് ചെയ്യുന്നത്, നമ്മൾ കറക്റ്റായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായി കയറി പോകുന്നുണ്ടോ, അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ വല്ല കഷ്ടപ്പാടുണ്ടോ, ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓഫ് റോഡ് കിട്ടുകയാണെങ്കിൽ, ചെറിയൊരു ഓഫ് റോഡ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വഴി കൂടെ ഒന്ന് ഓടിച്ചു നോക്കുക. കാരണം വണ്ടി എങ്ങനെയാണ് അതിലൂടെയൊക്കെ കയറി പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ചിലപ്പോൾ പുള്ളിങ് ഒക്കെ കമ്മിയായിരിക്കും ചില വണ്ടിക്ക്, നമ്മൾ ഉദ്ദേശിച്ച മാതിരി പുള്ളിങ് ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഫാമിലി യൂസിനൊക്കെയാണ്, ഇപ്പോൾ വീട്ടിൽ ബാക്കിൽ ആരെങ്കിലും ഇരുത്തിയിട്ട് പോകാനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഫ്രണ്ടിന് ആരെങ്കിലും ബാക്കിൽ ഇരുത്തിയിട്ടൊക്കെ ഒന്ന് കയറി നോക്കുക, ഒരു ചെറിയ കയറ്റമെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പുള്ളിങ്ങും ഇതൊക്കെ വണ്ടിയുടെ. അപ്പം അതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടയറാണ് കേട്ടോ. അപ്പോൾ അത് ഓടിക്കുന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ അതിന് മുമ്പ് തന്നെ ടയർ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ടയർ നല്ലോണം തേഞ്ഞു പോയ ടയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ടയർ മാറ്റാനായിട്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 2000 രൂപ അല്ലെങ്കിൽ 2500 രൂപയൊക്കെ എന്തായാലും ആവുന്നതായിരിക്കും കേട്ടോ ഒരു ടയറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 60 അല്ലെങ്കിൽ 75% എങ്കിലും ഉള്ള ടയർ മാത്രം എടുക്കാൻ നോക്കുക. അതിലും കമ്മിയായിട്ടൊക്കെ തേഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഒന്ന് കമ്മിയായി വാങ്ങുക. കാരണം ടയർ മാറ്റാനായിട്ട് നമുക്ക് പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൈസ കുറയ്ക്കാനും ഇതൊക്കെ ആയിട്ട് ഒന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്നതെന്ന് പറയുന്നത് വണ്ടിയുടെ കണ്ടീഷൻ അറിയാൻ തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ബ്രേക്ക്, അതുപോലെ വണ്ടിയുടെ ക്ലച്ച് എങ്ങനെയാണ് കറക്റ്റായിട്ട് റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഗിയർ ബോക്സിനുള്ള സൗണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്.
അതിനുശേഷം പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പെയിന്റ് ആണ് കേട്ടോ. അപ്പോൾ പെയിന്റ് അതുപോലെ തന്നെ ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. കാരണം നമ്മൾ എന്തായാലും പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഒരുപാട് പെയിന്റ് ഒക്കെ പോയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ക്ലെയിം ചെയ്യാം, അത്രയും പൈസ കുറച്ച് തരാനൊക്കെ പറയാം അവരുടെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെയിന്റ് നന്നായിട്ടൊന്ന് നോക്കുക. അപ്പോൾ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അതുപോലെ പെയിന്റിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്രോൾ ടാങ്കിലോ അവിടെയൊക്കെ ആയിട്ട് വലിയ കുഴികളോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വണ്ടി നന്നായിട്ട് ആക്സിഡന്റ് ആയിട്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം പൈസ കുറച്ച് വാങ്ങാൻ സാധിക്കും കേട്ടോ. അപ്പം അതുപോലെ ഇതിപ്പോൾ പഴയ വണ്ടി ആയതുകൊണ്ട് ഇതിൽ ക്രോം ഫിനിഷ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടോ. അപ്പം ഇങ്ങനത്തെ ക്രോം ഒക്കെ കറക്റ്റ് ആണോ, തുരുമ്പോ കാര്യങ്ങളോ അധികം ഇല്ല എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയോളാം. കാരണം നമ്മൾ ലാസ്റ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു CD100ന്റെ. അപ്പോൾ ആ ഒരു വീഡിയോന് താഴെയായിട്ട് കുറേ പേര്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലൊക്കെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് CD100 പോലെയുള്ള വണ്ടികൾ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വണ്ടികളാണെങ്കിൽ ക്രോം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ക്രോമൊക്കെ നമുക്ക് ക്രോം പ്ലേറ്റ് ചെയ്യാൻ തന്നെ അത്യാവശ്യം ആവുന്നുണ്ട് കേട്ടോ, ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അതിനുള്ള പൈസയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അവർക്ക് കൊടുത്താൽ മതി. ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പേപ്പർ വർക്ക്സ് കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ പൊതുവേ നമ്മുടെ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടിയിൽ പേപ്പർ വർക്ക്സിൽ തന്നെ നിങ്ങൾക്ക് ചേസിസ് നമ്പർ എന്നുകൊണ്ട് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഒരു ചേസിസ് നമ്പർ അതിൽ കൊടുത്തിരിക്കുന്നതും ഈ കാണുന്ന ചേസ് നമ്പർ, ഇവിടെയാണ് ചേസ് നമ്പർ നമുക്ക് കാണാം കേട്ടോ. അതായത് നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ തൊട്ട് ബാക്കിലായിട്ട് ചേസിൽ തന്നെ ആയിട്ട് നമുക്ക് ചേസ് നമ്പർ കാണാൻ സാധിക്കും. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ചേസ് നമ്പറും നമ്മുടെ പേപ്പറിൽ, വണ്ടിയുടെ പേപ്പറിലുള്ള ചേസ് നമ്പറും കറക്റ്റ് ആണോ നോക്കുക. കാരണം ഇതിൽ കുറേ തട്ടിപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ. അതിനുശേഷം നിങ്ങൾക്ക് എഞ്ചിൻ നമ്പർ ചെക്ക് ചെയ്യണം. എഞ്ചിൻ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിന്റെ അടിയിലായിട്ടാണ് നമുക്ക് എഞ്ചിൻ നമ്പർ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് എഞ്ചിൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അടിയിലായിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് എഞ്ചിൻ നമ്പർ ഇതുപോലെ ഈ ചേസിസ് നമ്പർ പോലെ തന്നെ എഞ്ചിൻ നമ്പർ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു നമ്പറും നമ്മുടെ പേപ്പറിലുള്ള നമ്പറും കറക്റ്റ് ആണോ എന്നുകൂടെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് എന്നുള്ളതെന്നാണ്. അപ്പോൾ അതായത് നല്ല കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം പൈസ കുറച്ച് വാങ്ങാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയായിരിക്കും കിലോമീറ്റർ പൊതുവേ നമ്മൾ ചെക്ക് ചെയ്യണതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിലോമീറ്റർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കിലോമീറ്റർ ചെക്ക് ചെയ്യാം. എന്തായാലും നല്ലോണം ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പൈസ കുറച്ച് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് റീസെറ്റ് ചെയ്യാനായിട്ട് വലിയ ചിലവൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു 100-150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഇത് റീസെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രം വിശ്വസിച്ച് വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് എത്ര ഓണേഴ്സ്, ഇതിന് മുമ്പ് എത്ര ഓണേഴ്സ് ഇത് ഓട്ടിയിട്ടുണ്ടെന്നുള്ളത്, അതായത് നമ്പർ ഓഫ് ഓണേഴ്സ്, നിങ്ങൾ എത്രാമത്തെ ഓണറാണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഓണേഴ്സ് എത്രത്തോളം ആൾക്കാർ കടന്നു പോകുന്നു, എത്രത്തോളം ആൾക്കാരുടെ കയ്യിലൂടെ ഈ ഒരു വണ്ടി കടന്നു പോകുന്നു, അത്രത്തോളം നമുക്ക് പൈസയും കുറച്ച് കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 3-4 ഓണറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പൈസ കുറച്ച് കിട്ടുന്നതായിരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ കണ്ടീഷനും അത്രത്തോളം മോശമാവാൻ ചാൻസ് ഉണ്ട്. കാരണം കൈമാറി വരുന്നവരും ഓരോരുത്തർ എങ്ങനെ ഓടിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഓണേഴ്സ് കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അധികം അങ്ങോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു 2-ന് കൂടുതലൊക്കെ പോകുന്നത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം വണ്ടിയുടെ കണ്ടീഷൻ ചിലപ്പോൾ മോശമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അതല്ലാതെ ഞാൻ കുറച്ച് പറയാൻ വിട്ടുപോയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം എപ്പോഴും നമ്മൾ എഞ്ചിൻ ഓയിൽ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കേട്ടോ. അല്ലാതെ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പണി കിട്ടും ഫ്യൂച്ചറിൽ. അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഓയിൽ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്യുക. സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. എന്തായാലും വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സർവീസിന് വിടുക. അപ്പോൾ അവർ കറക്റ്റായിട്ടൊന്ന് സർവീസ് ചെയ്ത് തന്നോളൂ. അതിനുശേഷം നിങ്ങൾ വണ്ടി യൂസ് ചെയ്താൽ മതി. എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളത്. നമുക്കിപ്പോൾ എങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇപ്പോൾ കൊറോണയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മാസം ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, എങ്ങോട്ടും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സെറ്റായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.